கார்த்திகை மைந்தா கடம்பா கடம்பனை இடும்பனை அழித்த இனியவள் முருகா தனிகாசலனே சங்கரன் புதல்வா கதிர்கா மத்துரை கதிர்வேல் முருகா பழனி பதிவாழ் பாலகுமாரா வினன் குடிவாழ் அழகியவே. ഹലോ, അപ്പോൾ ഇന്ന് ഞങ്ങളുടെ അമ്പലത്തിൽ ഉത്സവമാട്ടോ. അപ്പോൾ ഇന്ന് ഉത്സവത്തിൻ്റെ വിശേഷങ്ങളാട്ടോ ഞാൻ പറയാൻ പോകുന്നത്. അപ്പം ഞങ്ങളുടെ മുരുകൻ്റെ അമ്പലം ഞങ്ങൾ മുനിക്കലമ്പലം എന്നാണ് പറയുന്നത്. മുനിക്കൽ ഗുഹാലയ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം 3 ആനയുടെ പാറയുടെ മുകളിലുള്ള അമ്പലമാണ്. ഐതിഹ്യങ്ങളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ വഴിയെ. അമ്പലത്തിൽ ചുറ്റും ഇതൊക്കെ എടുക്കാനുണ്ട്, വീഡിയോ ഒക്കെ എന്നാലും മനസ്സിലാവുള്ളൂ. അപ്പോൾ അതൊക്കെ അപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ അതാ കാവടി നടക്കാൻ പോകുന്നുണ്ട്. ഇന്ന് കാവടിയുണ്ട്, പിന്നെ ഞങ്ങളുടെ അനിയത്തിൻ്റെ ഡാൻസും ഉണ്ട്. അമ്മാവൻ്റെ മോള് വേദു ഉണ്ണിച്ചിറ്റാന്നാണ് വിളിക്കാറ്. അപ്പോൾ വേദുവിൻ്റെ ഉണ്ണിച്ചിറ്റയുടെ ഡാൻസൊക്കെ ഉണ്ട്. അപ്പം അതിനൊക്കെ ഞങ്ങൾ നേരത്തെ വന്ന് തൊഴുതൊക്കെ കഴിഞ്ഞ് വെയിറ്റിംഗ് ആട്ടോ. അതാ അമ്മുക്കുട്ടീനെ കണ്ടോ, അതാ അമ്മുക്കുട്ടിയൊക്കെ അതാ ഉറക്കം തൂങ്ങിയിരിക്കുക. ഇപ്പോൾ ഉറങ്ങുന്നവർ അപ്പുറത്തെ ചേട്ടന്മാർ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പുറത്തെ 2 ചേട്ടന്മാർ ഇരിക്കുന്നുണ്ട്. അവരെ തോണ്ടി സംസാരം കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങോട്ട് നോക്കാൻ പറയുമ്പോൾ അവൾ ചിരിക്കുക കേട്ടോ. അച്ഛൻ്റെ മടിയിൽ ഇരിക്കുന്നുണ്ട്. അച്ഛൻ്റെ മടിയിൽ ഇതിപ്പോൾ ലൈറ്റൊക്കെ കണ്ട് സമ്മാനത്തിലിരിക്കുന്നത്, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വയലൻസൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, പിള്ളേരൊക്കെ നമ്മളിത് കാണിക്കണം വെച്ചാൽ അവരിതൊക്കെ കണ്ടു വേണം വളരാൻ. നമ്മളെവിടെയും പോകാണ്ട് അവരൊന്നും കാണിക്കാതിരിക്കരുത്, അവരെല്ലാം കാണണം. അതാ വേദൂട്ടിക്ക് പിന്നെ കണ്ണ് മൊത്തം അവിടുത്തെ പെട്ടിക്കടയിലേക്കാണ്. എങ്ങനെയെങ്കിലും അങ്ങോട്ട് പോകണം, അതിന് വേണ്ടിയുള്ള വെയിറ്റിംഗാണ് വേദു. ഇതാ അമ്മായിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതായതായിട്ട് എൻ്റെ അമ്മായിയുടെ ചേച്ചിയുടെ മോള് എല്ലാവരും ഉണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കട്ട വെയിറ്റിംഗ് ആട്ടോ. ഉണ്ണിക്കുട്ടിയുടെ ഡാൻസിന് വേണ്ടി നല്ല കട്ട വെയിറ്റിംഗ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പം പ്രോഗ്രാം ഇപ്പോൾ നമ്മുടെ അന്നദാനം ഉണ്ട് രാത്രി. അപ്പം അന്നദാനമൊക്കെ കഴിഞ്ഞിട്ട് തുടങ്ങും. വേദു വലിയ സ്നേഹത്തോടെ ഇങ്ങനെ കാണിക്കുന്നത് വെച്ചാൽ പെട്ടിക്കടയിലേക്ക് പോകാൻ വേണ്ടിയാണ്. അപ്പോൾ അതാ നമുക്ക് മേക്കപ്പ് കാണാം. അപ്പോൾ അമ്മായി എന്നെ കേട്ടോ മേക്കപ്പ് ചെയ്യുന്നത്. ഞങ്ങളുടെ അമ്മായി ബ്യൂട്ടീഷ്യനാണ്. അപ്പോൾ അമ്മായിയുടെ പാർലറും കാര്യങ്ങളൊക്കെ നമുക്ക് വേറൊരു ദിവസം ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും വെയിറ്റിംഗ് ആയിട്ടിരുന്നോളൂ. അപ്പോൾ അതാ മേക്കപ്പൊക്കെ തുടങ്ങി. ഉണ്ണി കളിക്കുന്ന വെച്ചാൽ നമ്മുടെ അയ്യപ്പൻ്റെ ഡാൻസ് ആട്ടോ കളിക്കണേ. അപ്പോൾ അതിൻ്റെ മേക്കപ്പ് 2 ഡാൻസ് കളിക്കുന്നുണ്ട്. ഞാൻ ഇതിനകത്ത് ആകെ ഒരു ഡാൻസേ കൊടുത്തിട്ടുള്ളൂ, അതും ഫുള്ളായിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ അത് ഫുള്ളായിട്ട് വേണ്ടവർ എന്നോട് കമൻറ്റ് ചെയ്യണം കേട്ടോ. കമൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും ഡാൻസ് ഇടുന്നതാണ്. അപ്പോൾ അതാ മേക്കപ്പിൻ്റെയൊക്കെ ഫൈനൽ ടച്ചിലേക്ക് ആയി തുടങ്ങി, റെഡിയായി തുടങ്ങി. മുടിയൊക്കെ കെട്ടി ഇനി നമ്മൾ കാണാൻ പോകുന്ന കേട്ടോ ഫൈനൽ ലുക്ക്. അതാട്ടോ ഫൈനൽ ലുക്ക്. അയ്യപ്പൻ്റെ ഡാൻസ് ആയിരുന്നു. അതാ സ്റ്റാർട്ട്. ഉണ്ണിക്കുട്ടിയുടെ ഡാൻസ് ഞാൻ മുഴുവനായിട്ട് ഇട്ടിട്ടില്ല കേട്ടോ. എന്ന് വെച്ചാൽ ടൈം ലെങ്ത്ത് കൂടും, അതുകൊണ്ടാണ് ഇടാത്തത്. അപ്പോൾ എന്തായാലും ഡാൻസ് ഫുൾ വീഡിയോ വേണ്ടവർ എന്തായാലും കമൻറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ ഈ ഡാൻസ് കഴിഞ്ഞിട്ട് ഇനിയൊരു ഡാൻസ് ഉണ്ട്. ഉണ്ണിക്കുട്ടിയുടെ കൂട്ടുകാരത്തെയും ചേർന്ന് ശിവൻ്റെയും പാർവതിയുടെയും കളിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതാ പയ്യെ ഡാൻസ് തീരാൻ പോവുക കേട്ടോ. ഈ ഡാൻസ് കഴിഞ്ഞിട്ട് വേണം ഇനി കാവടിയും കാര്യങ്ങളൊക്കെ വരാൻ. അപ്പോൾ അതാ കാവടിയൊക്കെ പയ്യെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതാ കാവടി വന്ന് പയ്യെ അതാ വലിയ രൂപങ്ങളും വലിയ കാവടികളൊക്കെ വരുന്നുണ്ട് കേട്ടോ. വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. സംഗമീറ്റം അപ്പോൾ അതാ കാവടിയൊക്കെ പയ്യെ കയറി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ഈ രൂപങ്ങൾ എന്നൊന്നും, കഥകളി രൂപമുണ്ട്, ബാക്കി താരകാസുരൻ്റെ രൂപമാണോന്നൊന്നും എനിക്കറിയില്ല. അതാട്ടോ ഞാൻ രൂപങ്ങളെ പറ്റി ഒന്നും പറയാത്തത്. അപ്പോൾ അതാ കാവടിയൊക്കെ പയ്യെ വന്നിട്ട് നമ്മുടെ കാവടി ഇവിടെ ചെങ്ങമനാട് മഹാദേവ ക്ഷേത്രത്തിൽ നിന്നാണ് തുള്ളി നമ്മുടെ ജംഗ്ഷനിലൊക്കെ ഉണ്ടായിട്ടുണ്ട് തുള്ളലും കാര്യങ്ങളൊക്കെ. അപ്പോൾ കാവടിയൊക്കെ ആടിയിട്ടാണ് നമ്മുടെ അമ്പലത്തിലേക്ക് കയറണം. പിന്നെ അമ്പലത്തിൽ വന്നിട്ടാണ് ബാക്കിയുള്ള ഇതൊക്കെ. ഇത് മാത്രം ചെറുത് മാത്രമല്ല കേട്ടോ, വലുതൊക്കെ ഉണ്ട്. പക്ഷെ അതെനിക്ക് കാണിക്കാൻ പറ്റില്ല. ഇങ്ങനത്തെ ഒരു സാധനം പോപ്പപ്പ് ചെയ്യും. ഇതെനിക്ക് എന്താണെന്നറിയില്ല, പക്ഷെ നല്ല രസമാണ് കാണാൻ. നമുക്ക് മനസ്സിനെന്തോ നല്ല കുളിർമയാണ് ഇത് കാണുമ്പോൾ. പക്ഷേ ഇത് അടിച്ചു വരുന്ന ചേച്ചിമാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. മഴയൊക്കെ വീണാൽ ഭയങ്കര പാടാണ്. പക്ഷെ ഇതിങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ്. കാവടിയുടെ ഡേയിൽ ഇപ്പോൾ എല്ലാ അമ്പലത്തിലും ഇപ്പോൾ ഇത് കോമൺ ആണ്. എല്ലാ അമ്പലത്തിലും മാത്രമല്ല എന്ത് പരിപാടിക്കും ഇങ്ങനെ ഒരു ഇതുണ്ട്. എന്താണെന്ന് അറിയണ ഒരു കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് എന്താ ഇതിനെ പറയണേന്ന് അറിയില്ല. അപ്പോൾ അതാ
കാവടിയൊക്കെ ഇങ്ങനെ മൂർധന്യാവസ്ഥയിലായി തുടങ്ങിയിട്ടാ. ഇതാ അപ്പം നമ്മുടെ കസിൻസൊക്കെ ആയിട്ട് നമ്മുടെ കസിൻസിൻ്റെ കുട്ടികളൊക്കെ ഉണ്ട്. എല്ലാവരും ഇതാ ഇരുന്ന് നല്ല കാവടി ആസ്വദിച്ചോണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇതാ ഒരാൾ വലിയ കാവടിയൊക്കെ ആണെന്ന് പറഞ്ഞ ആളതാ ഉറക്കം തൂങ്ങി ഇതാ കസേരയിൽ അവിടെ ഉറങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് പോറപ്പായിട്ട് എണീറ്റൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് മേടിച്ച് കൊടുത്തില്ല. രാത്രി 11 മണിയായി. അപ്പോൾ ഇതാ കോളിഫ്ലവർ വേണമെന്ന് പറഞ്ഞിട്ട് ബജ്ജിയൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വ്ളോഗ്. എല്ലാവരും കാണണം. ടാറ്റാ ബൈ.